ഹക്കീം, ഞാൻ ചോദിക്കാൻ വന്നതിനകത്ത് ഇപ്പോഴും ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് നമുക്ക് അതായത് സിനിമയിൽ ഉണ്ട് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് തന്നെ പറയും. സിനിമ അത്രമേൽ ഇഷ്ടപ്പെട്ടു വന്ന ആളാണ്. കാരണം എനിക്ക് ഹക്കീമിന്റെ ചില കഥകൾ പറയാം. അതായത് ഒരു ദിവസം മൊത്തം അഭിനയിച്ചിട്ട് ഭക്ഷണവും ഇതെല്ലാം നമുക്ക് പൈസ പോലും തരാതെ ഉണ്ടായ കഥകൾ പറയും. അപ്പൊ ഇപ്പോഴും ആ സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ്. ഓരോ ഭക്ഷണമൊക്കെ തരുന്നു പോയടോ എന്താ ചോദിച്ചാൽ കൊച്ചിരുന്ന് അല്ല, ഇത് ഓരോ സ്റ്റേജിൽ ഓരോ സ്ട്രഗിൾ ഇപ്പോഴത്തെ സ്ട്രഗിൾ വേറെയാണ്. നല്ല ക്യാരക്ടർ, നല്ല കണ്ടന്റ്, നല്ല വർക്ക്, നല്ല ടീമിന്റെ കൂടെ സഹകരിക്കാൻ പറ്റുക, കൊളാബറേറ്റ് ചെയ്യാൻ, അങ്ങനത്തെ സ്ട്രഗിളാണ്. നല്ലൊരു പ്രൊജക്ടിന്റെ ഭാഗമാണുള്ള സ്ട്രഗിൾ. അത് പറയുമ്പോഴല്ല, നല്ല സ്ട്രഗിൾ അത് അത് ശരിക്കും പറഞ്ഞാൽ അനുവിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്. കാരണം ഇവരൊന്നും ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്നവരാണ്. അപ്പൊ അനു പക്ഷെ അങ്ങനെയല്ല. അനു ജനിക്കുമ്പോഴേ വീട്ടില് സിനിമ നടനും നടിയും അമ്മയും എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കുമോ? ആദ്യത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ഈസി ആണെന്നുള്ളത്. ഞാൻ ആദ്യം ചട്ടമ്പിനാട് ചെയ്യുന്നതും ഓർക്കുട്ട് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതും ഈ പറയുന്ന ഇന്ന ഫാമിലിയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം. അത് തീവ്രം മുതൽ ഞാൻ എന്നത് വേണം ഞാൻ ആഗ്രഹിച്ചു തുടങ്ങി അന്ന് മുതൽ സ്ട്രഗിൾസാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് എന്നിലേക്ക് വന്ന് ഞാൻ ആ ചെറുപ്രായത്തിൽ ചെയ്തു പോയി എന്നുള്ളതാണ്. അപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്ത് തീവ്രം സിനിമ ചെയ്യുമ്പോഴാണ്. അപ്പം ജോലി റിസൈൻ ചെയ്ത് ഞാനിത് സീരിയസ് ആയിട്ട് എടുത്ത സമയം മുതൽ എനിക്ക് സ്ട്രഗിൾസാണ്. ഹക്കീം പറഞ്ഞ പോലെ നല്ല നല്ല പ്രൊജക്റ്റുകളുടെ ഭാഗമാവുക, നല്ല കഥകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ കുറേ ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ നടന്ന് ഒക്കെ കുറേ ആൾക്കാരെ കണ്ട് ഒക്കെ കഴിയുമ്പോഴാണ് കിട്ടുന്നത്. സിനിമയെ കേറണേക്കാളും ബുദ്ധിമുട്ട് സസ്റ്റെയിൻ ചെയ്യാൻ ഇതൊന്നും എന്നെ പിന്നെ എല്ലാ ഫീൽഡിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഉറപ്പായിട്ടും എല്ലാത്തിലും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ആണ് മെയിൻ. അപ്പൊ അനുവിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ അനു ഇതുവരെ ചെയ്യാത്ത, കാരണം ട്രെയിലർ ഞാൻ കണ്ടു, അതിനകത്ത് ഒരുപാട് ചോദിക്കണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചോദിക്കാതെ പറ്റില്ലല്ലോ. കാരണം ഇതുവരെ കാണാത്ത ഒരു അനുമോഹനെയാണ് നമ്മളതിൽ കാണുക. കാരണം ത്രില്ലർ ജോണറുകളൊക്കെ ചെയ്യുന്ന ഒരു അനു തികച്ചും വ്യത്യസ്തമായിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള. എങ്ങനെയായിരുന്നു അനു പറയും ഈ ഒരു കഥ ഇന്ന് വരെയിലെ ജോസഫിന്റെ വിശേഷങ്ങൾ? അത് ഈ പറയുന്ന പോലെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരു ജോണറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ വിഷ്ണു എൻ്റെ അടുത്ത് ആദ്യം ഫോണിൽ വിളിച്ച് കഥ പറഞ്ഞപ്പോഴും സ്ക്രിപ്റ്റ് അയച്ചു തന്നപ്പോഴൊക്കെ വായിച്ചപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഞാൻ സിനിമയിൽ ചെയ്തിട്ടില്ല. ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഥ കേട്ടോടനെ ഓക്കെ പറഞ്ഞു. പിന്നെ ഈ പറയുന്ന പോലെ ടീം, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് ബേജുവിൻ്റെ വീണ്ടും മൂന്നാമത്തെ സിനിമ. ബാക്കി എല്ലാ ടീമും അത് പറഞ്ഞ കഥ വളരെ മനോഹരമായിട്ട് നിങ്ങളിലേക്ക് എത്തും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യുന്നത്.